നമ്മളിപ്പോൾ ഒരു പൊരിയുടെ ഒരു വീഡിയോ കേട്ടോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഇത് നമ്മളൊരു വീഡിയോ കണ്ടു. ഹായ്, നമസ്കാരം. നമ്മളിവിടെ വീട്ടിൽ പൊരി എങ്ങനെ ചെയ്തെടുക്കുമെന്ന് നോക്കാം. അപ്പോൾ 2 വീഡിയോ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ 2 പേരും ചെയ്തതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുണ്ടായ അരി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നനച്ചെടുത്തിട്ട് അത് നമ്മളൊന്ന് ആദ്യം തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഈ കഴുകിയെടുത്ത അരി എടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇപ്പോൾ അത് വെള്ളമൊക്കെ പോയി നമ്മളൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ചട്ടിയിൽ നമുക്ക് ഉപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൊരി ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഒരു ചട്ടിയിൽ കുറേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പ് നന്നായിട്ട് ചൂടായി വരണം. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടാക്കി എടുത്ത ഈ അരി പൊരിയാവാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പൊരിയല്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ചൂടായി വരുന്നു. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ നന്നായി ചൂടായതെന്ന് മനസ്സിലാക്കും. ഇതിലേക്ക് നമ്മളിവിടെ കഴുകി ഒന്ന് ചൂടാക്കി വെച്ചിട്ട് ആ അരി ഈ ഒരു ഉപ്പിലേക്ക് ഇട്ട് കൊടുത്തു. പക്ഷേ ഈ ഒരു ഉപ്പിൽ ഒരു കട്ട പോലെ പൊരിയായത് അല്ല കേട്ടോ. അതൊരു ഉപ്പിൻ്റെ ചെറിയ ചെറിയ കട്ടകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷെ അതിൽ നമ്മുടെ അരിയൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിങ്ങനെ പൊരിയുടെ ആ ഒരു കളറിലോ അല്ലെങ്ങൊന്നും ഇത് പൊന്തി വന്നിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പൊരിയുടെ ഒരു രൂപം വന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒക്കെ പാത്രത്തേക്ക് മാറ്റിയിട്ട് വേറൊരു രീതിയും ഞാൻ അതിലേക്ക് ഒരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ അതാണ് ഇപ്പോൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു പാത്രം നന്നായി ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. അത് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മളിവിടെ ബാക്കിയുള്ള നേരത്തെ എടുത്ത ബാക്കി അരിയില്ലേ അത് നമ്മൾ ഈ ഒരു നന്നായി ചൂടായി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ സ്വല്പം കളറൊക്കെ വന്നിട്ട് ഒരു പൊരിയുടെ ഒരു അത്രയും അല്ലെങ്കിലും അതിൻ്റെ അടുത്തൊരു വെളുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് പൊരി കിട്ടിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഇത് ശരിക്കും നമ്മൾ പൊരി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ എണ്ണയിൽ നമ്മളൊരു പൊരിച്ച് എടുത്തതാണ്. അപ്പോൾ ഒരു എണ്ണയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മൾ പിടിക്കുമ്പോൾ ഒരു എണ്ണ ഈ ഒരു വറുത്ത ഈ സംഭവത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പൊരിയുടെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൊരിയൊക്കെ വീട്ടിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ളും നമ്മൾ എന്നുവെച്ചാൽ ആദ്യം തൊട്ട് നമ്മൾ ഇത് ശരിക്കും ഇങ്ങനെ പൊരിയാവുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെയ്ത് നോക്കാനൊരു നമ്മൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ നമുക്കും ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ലാസ്റ്റിൽ ശരിക്കും പൊരി ഇങ്ങനെ വന്ന് നന്നായി വീർത്ത് ഒരു വെള്ള കളറിലൊക്കെ വന്നത് ഒരു വീഡിയോയിൽ കണ്ടുട്ടോ. പക്ഷെ ഇപ്പോൾ അവർ ഉണ്ടാക്കിയപ്പോൾ ശരിയായിട്ടുണ്ടാവും. പക്ഷെ നമുക്കറിയാണ്ടായിരിക്കും. ഈ ഒരു പൊരി നമ്മൾ ചെയ്തപ്പോൾ എന്തോ ഒരു പ്രശ്നം നമുക്ക് പറ്റിയിട്ടുണ്ട്. ഈ ചെയ്തെടുത്തപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് പൊരിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം ആവും കേട്ടോ. അതാണ് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചൊക്കെ ഉണ്ടാക്കും അതാവും നമ്മൾക്കിത് റെഡി ആവാതിരുന്നത്.